ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒരു നമ്മൾ ഈ സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പാരലലി ഒരെണ്ണം കൂടെ എഴുതി. ഇത് നടന്നില്ലെങ്കിൽ അടുത്തത് എന്തായാലും സിനിമ ചെയ്യണം, പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓണായതാണ്. അപ്പോൾ അതുണ്ട്, ആ സ്ക്രിപ്റ്റ് ഉണ്ട്. അതും സബ്ജക്റ്റ് ഇതേപോലത്തെ അതൊരു നാട് തന്നെയാണ്, നാട്ടിൻപുറം തന്നെയാണ്. ഒരു വീടും പരിസരമൊന്നുമല്ല, ഒരു ദിവസത്തെ കഥയല്ല, തമാശ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് തട്ടിക്കയറ്റണം, അതാണ് അടുത്ത പരിപാടി. എഴുത്ത് പരിപാടിയിലാണ് ഇപ്പോൾ. അല്ല, എഴുത്ത് പരിപാടികൾ ശരിക്കും കഴിഞ്ഞു, കുറച്ച് ഡ്രാഫ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ അടുത്ത ഒരു ഡ്രാഫ്റ്റ് എഴുതണം. ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടെ ഒരു ഡ്രാഫ്റ്റ് ചെയ്യണം. കുറച്ചുകൂടെ ഒരു കൊമേഴ്സ്യൽ എലമെൻറ്റുകൾ ചേർത്തിട്ട്, കൊമേഴ്സ്യലി വിൽക്കുക എന്ന് പറയുന്നതാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അത്തരം സംഗതികൾ ഒന്നുകൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആഡ് ഓൺ ചെയ്യണം എന്നുള്ളതല്ല, അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം.